ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്ന കുറച്ച് കേരള സാരീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സാരി മെറ്റീരിയൽ വരുന്നത് ഗ്രീൻ കേരള കോട്ടൺ സാരി തന്നെ. അതിൽ ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ഇട്ട് ഈ ഒരു ചെസ്റ്റ് പോർഷനിൽ ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്ന സാരിയാണ് ഫസ്റ്റ്. അത് ബ്ലൂ ഷെയ്ഡിൽ അതിൽ മെഷീൻ എംബ്രോയിഡറിയും പോയിട്ടുണ്ട്, ആപ്ലിക് വർക്കിൻ്റെ സൈഡൊക്കെ മെഷീൻ എംബ്രോയിഡറി തന്നെ പോയേക്കുന്നു. കുഞ്ഞ് ലീവ്സ് ആയിട്ട് ഒരു ഇങ്ങനെ ഒരു ചെയിൻ രീതിയിലാണ് ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ സാരിയുടെ ബോർഡർ കൂടെ റിബൺ വർക്ക് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സാറ്റിൻ റിബൺ ചുറ്റും ബോർഡറായിട്ട് കൊടുത്തേക്കുന്നു. ഈ ഫ്രണ്ടിൽ ഈ ഒരു വർക്ക്, പിന്നെ പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ വരുന്ന ആ സെയിം വർക്ക് തന്നെ പ്ലീറ്റ്സിൻ്റെ പോർഷനിലും പല്ലു പോർഷനിലുമായിട്ട് വരുന്നുണ്ട്. ഈ ഒരു 3 വർക്കാണ് സാരിയിൽ കൊടുത്തേക്കുന്നത്. ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കിന് ഈ ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്ന ആ ഒരു മെറ്റീരിയൽ തന്നെ ജയ്പൂർ കോട്ടൺ പ്രിന്റഡ് മെറ്റീരിയലാണ് ഇതിന് വിത്ത് ബ്ലൗസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വരും. ഇതാണ് സാരിയും ബ്ലൗസ് പീസും വരുന്നത്. അടുത്ത സാരി വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ട് അതിൽ ബനാറസി മെറ്റീരിയൽ ഇട്ട് ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്നു. നല്ലൊരു പിങ്ക് പീച്ച് ഷെയ്ഡ് സിൽക്ക് ബനാറസി മെറ്റീരിയൽ ആപ്ലിക് വർക്കായിട്ട് സാരിയിൽ വന്നേക്കുന്നു. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഇട്ട് തന്നെ ബ്ലൗസ് പീസ്. ഇതിനും സാരിയുടെ ബോർഡറിൽ കൂടെ സാറ്റൻ റിബൺ കൊടുത്തേക്കുന്നുണ്ട്. പല്ലു പോർഷനിൽ വരുമ്പോഴത്തേക്കിന് ഒരു വീതി കസവും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കസവ് ബോർഡറിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ പ്ലേറ്റ്സിൻ്റെ ഈ ഒരു പോർഷനിൽ വർക്ക് വരുന്നു. ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കിന് ബനാറസിയിൽ വരുന്ന സിൽക്ക് ബനാറസി വരുന്ന വീവിങ് ബ്ലൗസ് ഈ ഒരു സാരി. ഇനി അടുത്ത സാരി വരുന്നത് ആപ്ലിക് വർക്ക് തന്നെ കോട്ടൺ മെറ്റീരിയൽ ഇട്ട് നമ്മളുടെ സാരി ബോഡിയിൽ ഫുള്ള് സ്കാറ്റേർഡ് ആയിട്ട് ഒരു ഫ്ലവർ ചെയ്തേക്കുകയാണ്. ഇങ്ങനെ വരും ഈ ഒരു പാറ്റേണിൽ. ഇതിപ്പോൾ ആ ഒരു മെറ്റീരിയൽ ക്ലോത്ത് തന്നെ പ്രിന്റഡ് കോട്ടൺ മെറ്റീരിയൽ ആ ഒരു ഫ്ലവറും ഒരു ലീഫും കൂടെ ആയിട്ട് ഫുൾ ബോഡിയിൽ സ്കാറ്റർ ചെയ്ത പോലെ ആ ഒരു ഫ്ലവർ കൊടുത്തേക്കുന്നു. ബോർഡറിൽ ആ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ തന്നെ ഈ ഒരു ഷെയ്ഡിൽ തന്നെ റിബൺ കൊടുത്തേക്കുന്നു. ഇതാണ് പല്ലു പോർഷൻ വരുന്നത്. ഫ്രണ്ടിൽ പ്ലീറ്റ്സ് പോർഷനൊക്കെ വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ സ്കാറ്റർ ആയിട്ട് തന്നെ ആപ്ലിക് വർക്ക് ആ ഒരു ഫ്ലവർ ചെയ്തേക്കുന്നു. ബ്ലൗസ് പീസാണ് ഭംഗി വരുന്നത്. ഈ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ ലൈൻസിൻ്റെ പ്രിന്റഡ് ആയിട്ട് വരുന്ന കോട്ടൺ ബ്ലൗസ് പീസ്. നമുക്ക് ലൈനിങ് ഇട്ടും സ്റ്റിച്ച് ചെയ്യാം, ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസായിട്ട് വരുന്നത്. ഈ ഒരു സാരി ഇങ്ങനെ വരും. അടുത്തതും സെയിം ആപ്ലിക് വർക്ക് തന്നെയാണ്. ഫുൾ ബോഡി അല്ല, അതിന് പകരം ചെസ്റ്റിൻ്റെ 2 പോർഷനിലുമായിട്ട് ഒരു ഫ്ലവർ ഇട്ട് ആപ്ലിക് ചെയ്തേക്കുന്നു. ഇങ്ങനെ വരും 2 പോർഷന്. പ്ലീറ്റ്സിൻ്റെ ലോവർ പോർഷന്, പല്ലുവിൻ്റെ എൻഡ് പോർഷൻ. ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കിന് സെയിം തന്നെ കോട്ടൺ പ്രിന്റഡ് ബ്ലൗസ് പീസ്. ഇങ്ങനെ വരും. ഈ ഒരു സാരിയും കൂടെ ഉണ്ട് ആപ്ലിക് വർക്കിൻ്റെ തന്നെ. അത് വരുമ്പോഴത്തേക്കിന് സെയിം മെറ്റീരിയൽ തന്നെ ഒരു ഇതിനിപ്പോൾ ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഒരു ട്രീ ഷേപ്പിലാക്കി ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്നു. 2 പോർഷനിലും ചെസ്റ്റിൻ്റെ 2 സൈഡും പ്ലേറ്റ്സിൻ്റെ ലോവർ പോർഷനും പല്ലുവിലും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള സാറ്റിൻ റിബണും ചുറ്റും ബോർഡറായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നു. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കിന് സെയിം സാരിയുടെ മെറ്റീരിയൽ തന്നെ വന്നിട്ട് സ്ലീവ്സിൻ്റെ ബോർഡറായിട്ട് മാത്രം ആ ഒരു ആപ്ലിക് വർക്ക് ചെയ്തേക്കുന്നു. അപ്പോൾ ഇത്രയും സാരീസാണ് ആപ്ലിക് വർക്കിൻ്റെ വന്നേക്കുന്നത്. ഏതെങ്കിലും സാരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.